ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചാണ് നമ്മൾ സെർച്ച് ചെയ്യാറുള്ളത്. അതായത് നമ്മൾ ഗൂഗിൾ ഉപയോഗിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്നതിന് കൂടുതൽ ഡാറ്റ ഗൂഗിൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിളിനകത്ത് തന്നെ നമുക്ക് മറ്റൊരു ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നല്ല വേഗതയിൽ നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഏതാണ് സെറ്റിങ്സ്, ഗൂഗിൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തോടെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് കാണാം സെർച്ച് എഞ്ചിൻ എന്നുള്ള ഓപ്ഷൻ. ഇവിടെ സെർച്ച് എഞ്ചിൻ എന്നുള്ളിടത്ത് ഗൂഗിളിൽ നിന്ന് കാണാൻ സാധിക്കും. അതായത് ഇപ്പം ഡിഫോൾട്ടായിട്ട് ഗൂഗിളിലാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. നമ്മൾ ആ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഗൂഗിൾ അല്ലാത്ത ഒരുപാട് സെർച്ചിങ് പ്ലാറ്റ്ഫോം കാണാൻ സാധിക്കും. ഇവിടെ അവസാനത്തിൽ നിന്ന് മുകളിൽ കാണുന്ന ഡക്ക് ഗോ എന്നുള്ള ഈ ഭാഗങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നേരത്തെ നമ്മൾ ഗൂഗിൾ എന്ന് കണ്ടത് ഇപ്പോൾ ഡക്ക് ഗോ എന്നുള്ള ആ ഒരു ഭാഗമാണ് കാണുന്നത്. ഇനി നിങ്ങൾ ഗൂഗിളിൽ എന്ത് കാര്യം സെർച്ച് ചെയ്യുകയാണെങ്കിലും ഈ സെർച്ച് ചെയ്യുന്ന സൈറ്റ് ഈ ഒരു ബ്രൗസറിലൂടെ ആയിരിക്കും സെർച്ച് ചെയ്യുക. അതുകൊണ്ട് തന്നെ കുറച്ച് വേഗതയിലും നിങ്ങൾക്ക് കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാതെയും ഈ സെർച്ചിങ് പൂർത്തിയാക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.